ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. പ്രിയപ്പെട്ട ജന്മാണി ശ്രോതാക്കളെ, ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടി പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. നമുക്ക് കത്തുകൾ ഓരോന്നായി വായിച്ചു തുടങ്ങാം. അധികം കത്തുകളില്ല, തുടങ്ങാം. ആദ്യത്തെ കത്ത്: മെയ് 10 ഒറിജിനൽ ട്രാക്കിലെ ഗാനങ്ങളെല്ലാം ഏറെ ശ്രദ്ധേയം. സ്വർഗം എന്ന പടം കൊണ്ട് തുടങ്ങി ബോയിങ് ബോയിങ് എന്ന പടത്തിലെ അടിച്ചുപൊളി പാട്ടോടുകൂടി അവസാനിച്ച ഓരോ ഗാനങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു. ഈ കത്ത് എഴുതിയിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ. 10-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പരിപാടിയെ കുറിച്ചല്ലേ? അതെ അതെ. അതേ പരിപാടിയെ കുറിച്ച് മറ്റൊരു കത്ത് കൂടിയില്ലേ? കത്തല്ല, വാട്സാപ്പ് സന്ദേശമുണ്ടല്ലോ. ഉണ്ട്, അത് വായിക്കാം. ഇന്നത്തെ ഒറിജിനൽ ട്രാക്കിലെ എല്ലാം മികച്ച ഗാനങ്ങളായിരുന്നു. സുന്ദരാംഗി മനസ്സിനി എന്ന ഗാനം ആദ്യമായി കേൾക്കുകയായിരുന്നു. ഒറിജിനൽ ട്രാക്കിനെ കുറിച്ച് പ്രേമൻ കൂത്തുപറമ്പ് എഴുതിയ കത്താണിത്. ഇനി മറ്റൊരു കത്തില്ലേ, ജിതേന്ദ്രൻ പുതുവാശ്ശേരി തയ്യാറാക്കിയ ദിനവൃത്താന്തത്തെ കുറിച്ചൊരു കത്ത്. മെയ് 12 ലോക നഴ്സസ് ദിനം, ലോക ആതുര ശുശ്രൂഷ ദിനം, പോളണ്ടിൽ ആദ്യ സർവകലാശാല നിലവിൽ വന്ന ദിനം, CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നിലവിൽ വന്ന ദിനം, ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മദിനം തുടങ്ങി 27 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷേപണം ചെയ്ത ദിനവൃത്താന്തം ശക്തമായി എന്ന് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ 27 കാര്യങ്ങൾ എന്നൊക്കെ? അതെ അതെ. 27 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ദിനവൃത്താന്തത്തിലേക്കുള്ള എല്ലാ കുറിപ്പുകളും നമുക്ക് അയച്ചു തരുന്നത് ജിതേന്ദ്രൻ പുതുവാശ്ശേരിയാണ്. ജിതേന്ദ്രൻ പുതുവാശ്ശേരി ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ഹോബി എന്നുള്ള നിലയിൽ പൊതുവിജ്ഞാനം ശേഖരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ജൻവാണി ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുന്നുണ്ടെന്നുള്ള ഒരു ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം കുറിപ്പുകൾ ഇങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടി തുടങ്ങിയത്. ഏതായാലും ഒരുപാട് ശ്രോതാക്കൾ ആ പരിപാടിക്കുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. മെയ് 15 എൻ്റെ പിറന്നാൾ ദിനം എനിക്ക് മധുരമായി തോന്നിയത് ഇപ്പോഴാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചു വന്നതിൽ സന്തോഷമുണ്ട്. രാജു തുറവൂരിനെ തത്സമയം ഗ്രൂപ്പിൽ വന്ന് കണ്ടില്ല. എല്ലാ കൂട്ടുകാരുടെയും പേരും പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അതിലാരും പരിഭവം വയ്ക്കരുതേ. ഒത്തിരി സുഹൃത്തുക്കൾ വേറെയും പുറത്തു നിന്ന് കേൾക്കുന്നവർ ഉണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. നിർമ്മൽ സാറിനോടും എനിക്ക് നന്ദിയുണ്ടേ. ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞതും അദ്ദേഹമാണ്. പാട്ട് വേഗം അയക്കാൻ പറഞ്ഞതും അദ്ദേഹം തന്നെ. കുഞ്ഞനന്തൻ സാറാണ് നിർമ്മൽ സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത്. കുഞ്ഞനന്തൻ സാറിന് താങ്ക്സ്. വിനീത് സാറിനെയും നന്ദിയോടെ ഓർക്കുന്നു. റിൻഷയുടെ അവതരണം മനോഹരമായിരുന്നു. തത്സമയം ലിസണേഴ്സ് ഗ്രൂപ്പിൽ ഒത്തുചേർന്ന പ്രിയ കൂട്ടുകാരെ നന്ദിയോടെ ഓർക്കുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു അനിൽ സർ. ഇടയ്ക്ക് കളിയാക്കാനായി വന്നതിലും ലിസണേഴ്സ് ഗ്രൂപ്പിൽ പിക്ചർ പോസ്റ്റ് ചെയ്തതിലും എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക്സ് ജൻവാണി. ഈ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണ്? റാണി വർഗീസ്, ചേരനല്ലൂർ, എറണാകുളം. റാണി വർഗീസിന് ഉച്ചപ്പാട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തത് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ പ്രസ്തുത പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഗാനങ്ങളെല്ലാം മനോഹരമായി എന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ കുറച്ച് ശ്രോതാക്കൾ. അതെ, കുറച്ച് ശ്രോതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പേര് വായിച്ചോളൂ അവരുടെ. അനിൽ TC, ജനാർദ്ദനൻ കോടിയേരി, PV മുഹമ്മദ് വടക്കേ വാവന്നൂർ, ഷീബ ജോസ്, ദീപ കൂത്തുപറമ്പ്, ജയങ്ക സലിത, ശ്രീനന്ദ ഫോർട്ട് കൊച്ചി, ജ്യോതിലക്ഷ്മി പള്ളൂർ, നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ, പ്രമൻ കൂത്തുപറമ്പ്, സുരേഷ് ബാബു, വയലളം എന്നീ ശ്രോതാക്കളാണ് പരിപാടി നന്നായിട്ടുണ്ടെന്ന് അറിയിച്ചത്. ഇതൊക്കെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ തന്നെയാണല്ലേ? അതെ. ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമ്മുടെ വാട്സപ്പ് ആശംസാ ഗാനങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പുതിയ ശ്രോതാക്കളുടെയും കത്തുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഉച്ചപ്പാട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉച്ചപ്പാട്ടിൽ ഇപ്പോൾ നമ്മൾ മെയ് 15 കൊടുത്ത ഗാനങ്ങളെല്ലാം റാണി വർഗീസിൻ്റെ ഇഷ്ടഗാനങ്ങളായിരുന്നു. ഇതുപോലെ വിശേഷാവസരങ്ങളിൽ പ്രത്യേകമായി പ്രക്ഷേപണം ചെയ്യാനുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പ്രക്ഷേപണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലിസണേഴ്സിന് ഒരു 15 ഗാനങ്ങളെങ്കിലും, ഗാനങ്ങളുടെ വിവരങ്ങളടക്കം നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ പറഞ്ഞോളൂ. നമ്പർ 833-0808-904. ഒരു തവണ കൂടി പറഞ്ഞോളൂ. 833-0808-904. ഇതിലേക്ക് എങ്ങനെയാണ് മെസ്സേജ് ചെയ്യേണ്ടത് എന്നുള്ള സംശയം ചില ശ്രോതാക്കൾക്ക് ഉണ്ടാവും. ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം. A4 പേപ്പറിൽ പാട്ടിൻ്റെ വിവരങ്ങളും ആർക്കാണോ ഡെഡിക്കേഷൻസ് അതും, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണോ പരിപാടിക്കകത്ത് പറയേണ്ടത്, പ്രസക്തമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തി അവർക്ക് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ, വ്യക്തമാകുന്ന വിധം ഫോട്ടോ എടുത്തോ അയക്കാം. അതല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പാരഗ്രാഫ് തിരിച്ച് ടൈപ്പ് ചെയ്തിട്ടും അവർക്ക് അയക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരാഴ്ച മുമ്പെങ്കിലും നമുക്ക് ഈ കാര്യം
പാട്ടുവിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. പാട്ടുവിവരങ്ങൾ ലഭിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേക ലക്കമായിട്ട് അത് പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് കുറച്ച് പരിപാടികൾ വരാനുണ്ട്. ജൈവവൈവിധ്യ ദിനമാണ് മെയ് 22 വെള്ളിയാഴ്ച. അന്ന് രാവിലെ 7:05 FM മോർണിംഗ് എഡിഷനിലൂടെ സ്വാഭാവിക വനസംരക്ഷകനുള്ള ദേശീയ അവാർഡ് ലഭിച്ച VK ശ്രീധരൻ ശ്രോതാക്കളുമായി സംസാരിക്കുന്നുണ്ട് ആ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. 24 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 PK പ്രസന്നകുമാർ രചിച്ച ഒരു ഗാനം കൂടി കേൾപ്പിക്കുന്നുണ്ട്. KCTP അജിത സംഗീതം നൽകി അനുഗ്രഹ ആലപിക്കുന്ന ഒരു ഗാനമാണ്. ഇത്തരത്തിലുള്ള ഗാനങ്ങളും നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ കഴിയും. ഞായറാഴ്ചകളിൽ 12:40 ഗാനങ്ങളും കവിതകളും നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രചനകളും അതിൻ്റെ വിവരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാട്സാപ്പിലേക്ക് തന്നെ ഇന്ന പ്രോഗ്രാമിനാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അയക്കണം. അതുപോലെ മറ്റന്നാൾ 20 തീയതി ഉച്ചയ്ക്ക് 12:40 അച്ഛൻ എന്ന ഒരു കവിത കൊടുക്കുന്നുണ്ട്. പ്രസന്നകുമാരി KV ആണ് ആ കവിത എഴുതിയിരിക്കുന്നത്. അജയൻ ഗാനാഞ്ജലിയാണ് ആലാപനം. ആ കവിത 20 തീയതി മറ്റന്നാൾ ഉച്ചയ്ക്ക് 12:40 കേൾക്കാം. ഇപ്പോൾ പുതിയ പരിപാടികൾ എന്നുള്ള നിലയിലല്ല, നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കവിതയും അല്ലെങ്കിൽ ശ്രോതാക്കളുടെ സൃഷ്ടികൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷേപണ ശൈലി അവലംബിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഓരോ പുതിയ പരിപാടികളും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ മറ്റൊരു പരാതി പൊതുവെ നമ്മൾ ശ്രോതാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇശലീണങ്ങൾ, ഗസൽ നേരം, സ്തുതിഗീതങ്ങൾ, ഇത്തരം പരിപാടികളിൽ എപ്പോഴും പാട്ടുകളുടെ ആവർത്തനം വരുന്നു എന്നുള്ളതാണ്. ആ പാട്ടുകളുടെ ആവർത്തനം ഇനി ഉണ്ടായിരിക്കില്ല. ഇശലീണങ്ങളിൽ അത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. സ്തുതിഗീതങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഗസൽ നേരത്തിലും നമുക്ക് ഉടൻ തന്നെ ആ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പാട്ടുകളുടെ റിപ്പീറ്റേഷൻ പരമാവധി ചുരുക്കുക. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കളക്ഷൻസും നോക്കണം. കളക്ഷനിൽ കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റ് കൊടുക്കേണ്ടി വരും. എന്നാലും ആവർത്തിച്ചുള്ള പ്രക്ഷേപണം പരമാവധി ഉപേക്ഷിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്. പരിപാടികൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ കത്തുകളായും മെസ്സേജുകളായും വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ആഴ്ചത്തെ അഞ്ചൽപ്പെട്ടി തൽക്കാലം ഇവിടെ നിർത്താം, അല്ലേ? വിലാസം പറയാം. അഞ്ചൽപ്പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി 90.8 FM, പാനൂർ 670692. വാട്സപ്പ് മെസ്സേജുകൾ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട നമ്പർ ഇതാണ്: 833-08-08-904. 833-08-08-904. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതേ സമയം കേട്ടുമുട്ടാം. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.